PSC കോർണർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിന്ന് കാവടി ആയ വാച്ചർ എക്സാമിൻ്റെ LGS ലെവലുള്ള LGS മെയിൻസ് എക്സാമായിരുന്നു. അതിൻ്റെ ആൻസർക്ക് നമുക്ക് പരിശോധിക്കാം. ചോർത്ത സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഏതാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയെ ഹൃദയവും ആത്മാവും ഡോക്ടർ BR അംബേദ്കർ വിശേഷിച്ച മൗലികാവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങളാണുള്ള അവകാശം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹോത്സവം സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത മൗലികാവകാശങ്ങൾ വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ്. 1885 ഡിസംബർ 28 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഭരണഘടനാ ദിനം നവംബർ 26-ാം തീയതി. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? 42-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റ്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 സ്റ്റാർട്ട് ചെയ്തത് 25 വരെ നീണ്ടിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1925 വേണമെങ്കിൽ ആൻസറായിട്ട് വരാം. ആധുനിക കാലത്തെ മഹാത്ഭുതം ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ വില്ലുവണ്ടിയാത്ര നടത്തി ചരിത്ര സൃഷ്ടി സമയ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ. വരിക വരിക സഹചരി സഹന സമര സമയമായി. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉപസത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയെ തിരഞ്ഞെടുത്തത് ഉള്ളൊഴുക്ക്. ഇതിൽ കുറച്ച് നല്ല സൂപ്പർ കറണ്ട് അഫയേഴ്സ് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളത് വർക്കൗട്ട് ചെയ്തിരിക്കണം. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് നേടിയത് ദിവ്യ ദേശ്മുഖ്. സ്വാതന്ത്ര്യദിന ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിരേഖ നിർണ്ണയിച്ച കമ്മീഷൻ്റെ പേര് സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയനിൽ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി സർദാർ വല്ലഭായ് പട്ടേൽ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏഷ്യൻ ക്രിക്കറ്റ് ജേതാക്കളാണ് നമ്മുടെ ഇന്ത്യ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം സോവിയറ്റ് യൂണിയൻ. സ്വാതന്ത്ര്യദിന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഉത്തര മഹാസമതലം. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ. ഓപ്ഷൻ ബി. ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82 ഡിഗ്രി 30 മിനിറ്റ്. ഇന്ത്യയിലെ ഓപ്പൺ റോക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിൽ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശമാണ് നീലഗിരി കുന്നുകൾ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 നിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിൽ. ഇന്ത്യയിലെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് നെടുങ്കണ്ടം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം മാനാഞ്ചിറ തടാകം. ഒക്ടോബർ നവംബർ മാസങ്ങൾ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി. താഴെ തന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി പെരിയാർ. ബാക്കിയെല്ലാം കിഴക്കോട്ട് ഒഴുകുന്നു. ഇന്ത്യയിലകത്ത് ഈ ലിറ്ററേറ്റ് ജില്ലയെ പ്രഖ്യാപിക്കപ്പെട്ടത് മലപ്പുറം ജില്ല. കേരളത്തിലെ വാണിജ്യാടിസ്ഥാനത്തിൽ അപക്ഷി മുണ്ടകൈത് ആരംഭിച്ചത് ജോൺ ജോസഫ് മർഫി. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് കൊച്ചിയിലെ മംഗൾവനം. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. തീരപ്രദേശം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് എറണാകുളം ജില്ലയിൽ. മനുഷ്യനെ വിരഹസെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് ഗഗൻയാൻ. ഏത് മഹാരാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സ്വാതി തിരുനാൾ. സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഭിലായി പൊക്കേറോ. ഓപ്ഷൻ 2ഉം 4ഉം. ഇതാണ് ആൻസർ. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നയിച്ച സംസ്ഥാന പുനഃസംഘടനാ സംഘടന അംഗങ്ങൾ? അധ്യക്ഷനായിരുന്ന ഫസൽ അലി. ബാക്കിയുള്ളവർ സർദാർ പണിക്കർ, കുൻസു. സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്? മറിയ കൊറീന. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 15. ദാദാസാഹിബ് ഫാൽക്കെ ലഭിച്ച മലയാളികൾ മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ. 2028 ലോസ് ആഞ്ചലസിലാണ് ഒളിമ്പിക്സ് നടത്തുന്നത്. താഴെ തന്നിരിക്കുന്ന ഹരിതഗ്രവാതകം ഏത്? മീഥെയിൻ. ക്ഷീണിതനും വിളറിയ മുഖത്തോടു കൂടി കാണപ്പെട്ട രാജാവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്നതിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിനെ കൊടുത്തത്? ഇരുമ്പടങ്ങിയ ഇലക്കറികൾ. പയറിൻ്റെ സങ്കീർണ്ണ ഇനങ്ങൾ. ജ്യോതിക ബാലലക്ഷ്മി. പ്രസ്താവന: ഇടത് വെൻട്രിക്കിളിലെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിൾ കട്ടി കൂടുതലാണ്. ശരിയാണ്. ഇടത് വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി. സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 2ഉം 3ഉം. സുസ്ഥിര വനപാലനത്തിൽ പ്രകാശം മെച്ചപ്പെടുത്തുക, വനസംരക്ഷണത്തിൽ സാമൂഹിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നത്. ഇന്ത്യയുടെ 52ാം ചീഫ് ജസ്റ്റിസാണ് BR ഗവായ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധന കണ്ടെത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ച് പ്രാരംഭ കണ്ടെത്തലും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടിയാണ് ആരോഗ്യം ആനന്ദം. ശരിയായ പ്രസ്താവന കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. ആവർത്തന പ്രതിപദനം ഉപയോഗിക്കുന്ന ഉപകരണം ഇവ രണ്ടും. കലാമിൻ എന്നത് ഏത് ലോകത്തിൻ്റെ പേരാണ്? സിങ്കിൻ്റെ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്യൂസ്റ്റിക്സ്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ഫീഡർ റിയാക്ടർ തമിഴ്നാട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമാറ്റിക് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ശൈലി ആപ്പ്. താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണം ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്?
അത് എയ്ഡ്സുമായി ബന്ധപ്പെട്ടത്. എയ്ഡ്സ്. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് ആഗ്രഹിക്കുന്നത് ശരിയാണ്, പരിഗണിക്കുന്നതും ശരിയാണ്. 2 3. ഓപ്ഷൻ ഡി. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നത് സർക്കാർ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക, സർക്കാർ ആശുപത്രിയിലെ രോഗി പരിചരണം ഉറപ്പാക്കുക. ഓപ്ഷൻ 2 3. താഴെ തന്നിരിക്കുന്ന ശരിയായ ജോഡി വിറ്റാമിൻ B3 പെല്ലഗ്ര. സാമൂഹിക വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വിവിധ സ്ഥലങ്ങളിൽ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് വായു അമൃതം. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശം. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ. താഴെ തന്നിരിക്കുന്ന വായു വഴി പകരാത്ത രോഗം പോളിയോ. താഴെ തന്നിരിക്കുന്ന പ്രശ്നങ്ങൾ വിലയിരുത്തുക. ചെറുകുടലിൽ കാണുന്ന വേരുകൾ പോലെ വളർച്ചകളാണ് വില്ലസുകൾ. വില്ലസുകൾ ജല ആവരണം ഇവിടെ സഹായിക്കുന്നു. തെറ്റാണ്. പ്രസ്ഥാനം 1 ശരിയാണ്, പ്രസ്ഥാനം 2 തെറ്റാണ്. താഴെ തന്നിരിക്കുന്ന വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയത് മേരി പെൻഗ്രോ, ഫ്രെഡ് റാംസ്റ്റൽ, ഷിഗമോ സീച്ചി. അപ്പോൾ 2 4 5. ഇസ്രായേൽ പലസ്തീൻ സംഘർഷണ ഘട്ടത്തിൽ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ അജയ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തെറ്റാണ്, കാരണം മെയ് 2-ാം തീയതി ആയിരുന്നു. ഇതിലെ ട്രാൻസ്മിഷൻ തുറമുഖം ശരിയായ പ്രസ്താവന മദർഷിപ്പ് ഷെൻഹോവ എല്ലാം തെറ്റാണ്. വിഴിഞ്ഞ തുറമുഖം ശരിയാണ്. അപ്പോൾ തെറ്റായ ചോദിച്ചത് 1 3 ആണ് ആൻസർ. 1 3. 49ാമത് വയലാർ അവാർഡ് നേടിയത് അദ്ദേഹം കൃതി തപോവയുടെ അച്ഛൻ നേടിയ വ്യക്തി സന്തോഷ് കുമാർ. ഓക്കെ, ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. നിങ്ങളൊന്ന് മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.